വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹനില. അപ്പം ഞാൻ ഇന്നൊരു കമൻറ്റിൻ്റെ റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കമൻറ്റ് ഞാൻ വായിക്കാം. എന്നോട് വാട്സപ്പിൽ ചാറ്റ് ചെയ്തതാണ്. എൻ്റെ ഒരു ഓൺലൈൻ ഫ്രണ്ട് ഉണ്ട്. ഇപ്പോൾ ട്രാൻസിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. ബട്ട് ഇപ്പോൾ പഠിച്ചത് ITI ആണ്. അത് അവൾക്ക് പറ്റില്ല എന്ന് പറയുന്നു. എന്തെങ്കിലും കമ്പ്യൂട്ടർ റിലേറ്റഡ് കോഴ്സ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. എന്തെങ്കിലും കോഴ്സ് സജസ്റ്റ് ചെയ്ത് തരാമോ? മീൻസ് ട്രാൻസിഷൻ ചെയ്യുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ്. ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഗതികേട് കൊണ്ടാണ് വെൽഡിങ് ജോലിക്ക് പോകുന്നത്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിനുള്ള റിപ്ലൈ ഒക്കെ കൊടുത്തതാണ്. അപ്പം ഞാൻ ഇതൊരു കൂടുതൽ എല്ലാവർക്കും വേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. പണ്ട് ഈ പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിഞ്ഞ സമയത്ത് ഞാനും ഇതുപോലെ റിസർച്ച് ചെയ്തിട്ടുണ്ട്, ഒരു ട്രാൻസിന് ചെയ്യാൻ പറ്റുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന്. അപ്പം നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ടേംസുകൾ അറിയാമല്ലോ. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ അനുസരിച്ചുള്ള ജോലിയാണ് നമ്മൾ കരിയർ ചൂസ് ചെയ്യാന്നൊക്കെ പറയില്ല. അതുപോലെ ട്രാൻസിന് പറ്റിയ ജോലികൾ എന്ന് പറയുമ്പോൾ ഒന്ന് മോഡലിംഗ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ അതിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മോഡലിംഗ് ഒരു ട്രാൻസിന് പറ്റിയൊരു ജോലിയാണ്. രണ്ടാമതെന്ന് പറയുകയാണെങ്കിൽ ഓട്ടോ ഡ്രൈവിങ്, അതും ഒരു ട്രാൻസ്ജെൻഡറിന് പറ്റിയൊരു ജോലിയാണ്. മൂന്നാമതെന്ന് പറയുമ്പോൾ എൻ്റേതുപോലെ ടെലികോളിംഗ് ജോബ്, ടൈലറിങ്, പിന്നെ മേക്കപ്പ്, പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്. പിന്നെ പല മേഖലയിലും ജോലി ചെയ്യുന്നവരുണ്ട്. അതൊക്കെ പോരാട്ടം നടത്തി എടുത്ത ഒരു സംഭവമാണ്. ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ മോഡലിംഗ് ആണെങ്കിൽ കൂടെ ഒരു ട്രാൻസിന് പറ്റിയൊരു ജോലിയാണ് മോഡലിംഗ്. പിന്നെ ടെലികോളിംഗ്, അത് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം ഞാൻ ടെലികോളിംഗ് ആണ്. ഞാൻ മുമ്പ് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ട്രാൻസിന് പറ്റിയ ജോലി. അതിനൊരു ജോലിയാണ് ടെലികോളിംഗ്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുകയാണെങ്കിൽ നോർമലി നമ്മളൊരു പുരുഷനായിരിക്കും. പുരുഷന്മാർ ജോലി സ്ഥലത്ത് പോകുന്ന സമയത്ത് ഒരു സെയിൽസ് മാനായിട്ടോ അല്ലെങ്കിൽ വെൽഡിങ് ജോലിക്കോ അല്ലെങ്കിൽ കെട്ടുപണിക്കൊക്കെ പോകുമ്പോൾ സ്ത്രൈണത സ്വഭാവമുള്ളൊരു പുരുഷനായിരിക്കും. അപ്പം മറ്റുള്ളവർ പരിഹസിക്കും. അതേസമയം നമ്മളൊരു കോളിലാണ് ഒരു കസ്റ്റമറെ ഡീൽ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത് ചിലവർക്ക് ആണായിട്ട് തോന്നാം, ചിലവർക്ക് പെണ്ണായിട്ട് തോന്നാം. അപ്പോഴും നമ്മളുടെ ബോഡി ലാംഗ്വേജ് അവർ കാണുന്നില്ല. നിങ്ങളുടെ ശബ്ദം ഒരു പുരുഷൻ എന്ന സ്ഥിതിക്ക് എല്ലാവരുടെയും ശബ്ദം മെയിൽ വോയിസ് ആയിരിക്കും. ഇപ്പം നമ്മളൊരു ടെലികോളിംഗ് ജോലി എന്ന് പറയുമ്പോൾ നമ്മളൊരു മെയിൽ ഐഡന്റിറ്റിയിലാണ് ജോലിക്ക് പോകുന്നത്. നമ്മൾ ട്രാൻസ് ആകുമ്പോൾ ജോലി കിട്ടൂല. അപ്പം നമ്മൾ പുരുഷനായിട്ടുള്ള സമയത്ത് ഒരു മെയിൽ ഐഡന്റിറ്റിയിലാണ് ജോലിക്ക് പോകുന്നത്. അപ്പം ജോലി സ്ഥലത്ത് നമ്മൾ കോളിലൂടെ മാത്രമേ കസ്റ്റമറെ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പം കസ്റ്റമറുടെ വഴി നമുക്ക് ഒരിക്കലും കളിയാക്കൽ ഉണ്ടാവില്ല. നമ്മൾ പുരുഷനാണെന്ന് കരുതി സംസാരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ സ്ത്രൈണത ഒരു ശബ്ദത്തിൽ മാറ്റം കാണുമ്പോൾ മാഡം എന്ന് ചിലപ്പോൾ വിളിക്കാം. നമ്മളുടെ ശരീരം അവിടെ കാണുന്നില്ല. അതൊരു ഗുണം ചെയ്യും. അതേസമയം ഒരു സെയിൽസ് മാനായിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ കസ്റ്റമേഴ്സ് ചിലപ്പോൾ നമ്മളെ കളിയാക്കാൻ സാധ്യതയുണ്ട്. ഒരു സ്ത്രൈണത സ്വഭാവമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്കും അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ബൊട്ടിക്കിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, സെയിൽസ് മാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ചിലപ്പോൾ ഞാൻ സാരി ഫ്ലോറിലായിരുന്നു. സാരിയിൽ കുറേ വന്ന് കിടക്കുമ്പോൾ നമ്മൾ അത് അടുക്കി വെച്ച് പുറത്തുനിന്ന് എടുത്ത് തൂക്കിക്കൊണ്ട് പോകണം. എന്നിട്ട് അവിടെ കൗണ്ടറിൽ വെക്കണം. അപ്പം അങ്ങനെ നടക്കുന്ന സമയത്ത് എൻ്റെ നടത്തം എനിക്കൊരു പ്രശ്നമായിരുന്നു. ചിലപ്പോൾ ഈ കൗണ്ടറിൽ നിന്ന് ആ കൗണ്ടറിലേക്ക് നടക്കുമ്പോൾ ഞാൻ പെണ്ണിനെ പോലെ നടക്കുമ്പോൾ വേറെ സ്ത്രീകൾ വേറെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അവൻ എന്താ പെണ്ണുങ്ങളെ പോലെ നടക്കണം എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആണായിട്ടുള്ള സമയത്ത് നമ്മളുടെ സ്ത്രൈണത സ്വഭാവം പ്രകടമാവുമ്പോൾ മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കും, കൂടെ വർക്ക് ചെയ്യുന്നവരും പരിഹസിക്കും. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സും ചിലപ്പോൾ പരിഹസിക്കാം. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കസ്റ്റമറിൽ നമ്മൾ സേഫാണ്. നമ്മളുടെ ശബ്ദം വെച്ചിട്ട് അവരൊരിക്കലും പരിഹസിക്കാൻ സാധ്യതയില്ല. കാരണം നമ്മളുടെ ശബ്ദം പുരുഷൻ്റേതായതുകൊണ്ട് പുരുഷനാണെന്ന് വിചാരിച്ചാൽ നമ്മളടുത്ത് സംസാരിക്കും. ചിലപ്പോൾ സ്ത്രീയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സ്ത്രീയാണെന്ന് വിചാരിച്ച് സംസാരിക്കും. പിന്നെ സഹപാഠികൾ എന്ന് പറയുമ്പോൾ നമ്മൾ സീറ്റിലിരിക്കുന്ന ജോലിയായിരിക്കും. കോളിംഗ് എന്ന് പറയുമ്പോൾ സീറ്റിലിരിക്കുന്ന ജോലിയായിരിക്കും. അതുകൊണ്ട് സഹപാഠികൾ അത്രത്തോളം നമ്മളെ മനസ്സിലാക്കിയെടുക്കാൻ സാധ്യതയില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ടെലികോളിംഗ് ജോബിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഒരു ദിവസം ഷെയർ ചെയ്യും. എൻ്റെ ഓഫീസിലെ എക്സ്പീരിയൻസ് ഒക്കെ. എനിക്ക് സംഭവിച്ച പോലെ എല്ലാം സംഭവിക്കണമെന്നില്ല.
പൊതുവെ മറ്റു ജോലിയെക്കാളും നമ്മൾ ശബ്ദം കൊണ്ട് മാത്രമേ ജോലി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കുറച്ചുകൂടെ സേഫ് ആണ് ടെലികോളിംഗ് ജോബ്. പിന്നെ ടെലികോളിങ്ങിൽ തന്നെ ഓൺലൈൻ ജോബുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്നു. നമ്മൾ പുരുഷന്റെ ശബ്ദം, നമ്മളെ പുരുഷനാണ്, ഒരു മെയിൽ ടെലികോളറിന്റെ ജോബ് ഓൺലൈനായിട്ട് വാങ്ങിക്കാം, പരിശ്രമിക്കാം. അപ്പം നമ്മൾ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് മറ്റ് കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരും നമ്മൾ കളിക്കേണ്ട കാര്യമില്ല. നമുക്ക് സുഖമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാം. പിന്നെ കസ്റ്റമറുടെ അടുത്ത് മാത്രമേ നമുക്ക് ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ശബ്ദത്തിന്റെ എൻ്റേതാണെങ്കിൽ ഇപ്പോൾ ആണിന്റെ ശബ്ദമായതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ വരുന്നതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനൊരു ദിവസം ശബ്ദം മാറ്റി സംസാരിക്കുന്നതിനെ കുറിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്തൊരു വീഡിയോയിൽ ആ ശബ്ദം മാറ്റിയിട്ട് സംസാരിക്കാം ഞാൻ. പിന്നെ ടെലികോളിംഗ് ജോബ്. പിന്നെ ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഡാറ്റ എൻട്രി ജോബ്. ഒരുപാട് ഫേക്ക് ഡാറ്റ എൻട്രി ജോബുകളുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരി ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ ആ ഡാറ്റ എൻട്രി ചെയ്യുന്നത്. അത് ഞാൻ വേണമെങ്കിൽ വിശ്വസിച്ച് ചെയ്യാവുന്ന ഒരു ജോലിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഞാനത് ചെയ്തിട്ടുണ്ട്. 3470 രൂപ എന്തോ പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് ആ വർക്ക് കിട്ടും. 7 ദിവസം കൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടും. നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മാസം 5000, മാസമല്ല ആഴ്ചയ്ക്ക് 5000 വെച്ചിട്ട് മാസം 10-20,000 രൂപ കിട്ടും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ കുറവ് തരും. എന്നിരുന്നാലും എനിക്കത് വിശ്വസിക്കാം. കാരണം ആ കുട്ടിയൊക്കെ മാസം 10-15 വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്താൽ കിട്ടുന്ന ആ കുട്ടിക്ക്. അപ്പം നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് കറക്റ്റായിട്ട് ചെയ്താൽ അത് കിട്ടുള്ളൂ. അവൾക്ക് കിട്ടുന്നുണ്ട്, എൻ്റെ അടുത്തറിയുന്ന സുഹൃത്താണ്, അവൾക്ക് കിട്ടുന്നത് കൊണ്ട് ഇപ്പം നമുക്ക് കാശ് കുറവ് കിട്ടുന്നുണ്ടെങ്കിൽ കൂടെ നമ്മളുടെ മിസ്റ്റേക്ക് കാരണമാണെന്ന് നമുക്ക് ചിന്തിക്കാം. വേറെ വല്ല ഡാറ്റ എൻട്രിയിലൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എത്രയൊക്കെ നന്നായി ചെയ്താലും അവർ കാശ് പിടിക്കാൻ വേണ്ടിയിട്ട് തെറ്റുണ്ടെന്ന് പറയും. പക്ഷെ ഇവൾക്ക് കൃത്യമായിട്ട് കാശ് കിട്ടുന്നുണ്ട്. അഥവാ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് കാശ് കുറവാണെങ്കിൽ നിങ്ങൾക്കത് മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണെന്ന് വിശ്വസിക്കാം. കാരണം ഇവൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ വേണമെങ്കിൽ അത് ചെയ്ത് നോക്കാം. ഡാറ്റ എൻട്രി ആകുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് തന്നെയാണ്, ഫോണിലൂടെയും ചെയ്യാം. ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചെയ്യാം. ഞാൻ അത് 21 പേജാണ്. കാരണം എൻ്റെ ആ ഫ്രണ്ടൊക്കെ 1 മണിക്കൂർ കൊണ്ട് ഒരു പേജ് ടൈപ്പ് ചെയ്യും. 3 മണിക്കൂർ മതി അവൾക്ക്. പക്ഷെ എനിക്ക് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് 1 ദിവസം എടുത്തു 3 പേജ് ചെയ്യാനായിട്ട്. അപ്പം അവസാനത്തെ ഒരു 3 പേജ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫിലിമിൻ്റെ റിലീസായിരുന്നു. അപ്പം അതിന് പോകേണ്ടി വന്നത് കൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. വർക്ക് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ പേയ്മെൻറ്റും കിട്ടിയില്ല. അപ്പം ഞാൻ അത് സബ്മിറ്റ് ചെയ്തതാണെങ്കിൽ എനിക്ക് ആ വർക്ക് വീണ്ടും കിട്ടിയാണ്. ഞാൻ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ആ വർക്ക് പോയി. നമ്മൾ കറക്റ്റ് 21 പേജ് ടൈപ്പ് ചെയ്തിട്ട് 7 ദിവസം കൊണ്ട് അപ്ലോഡ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വർക്ക് കിട്ടുക. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സപ്പോസ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ എമൗണ്ട് പോകും. ഒരു തവണ 3470 കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഓരോ വർക്ക് കഴിയുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഏർണിങ്സ് കിട്ടും. 1000 എനിക്ക് കിട്ടാതിരിക്കില്ല. അപ്പം ആഴ്ചയ്ക്ക് 1000 കിട്ടാതിരിക്കില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അവൾ ചെയ്യുന്നതാണ്. ഡാറ്റ എൻട്രി ചെയ്യാൻ താല്പര്യമുള്ളവരെ ഞാൻ വേണമെങ്കിൽ പറയാം. ഞാനിത് സഹായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അവസാനം അനില പറഞ്ഞിട്ട് എനിക്ക് കാശ് ലോസായി എന്നൊന്നും പറയരുത്. നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു പരീക്ഷണം എന്ന രീതിയിൽ ചെയ്ത് നോക്കാം. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഞാൻ വേറെ വർക്ക് വന്നപ്പോൾ ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനത് ആ ജോലിയുടെ ഒപ്പം ചെയ്തതാണ്. എനിക്ക് അതിലത്ര ഞാൻ പറയാം ടാർജറ്റാണ്, അത്രയൊന്നും എമൗണ്ട് കിട്ടാത്ത കൊണ്ട് ഞാൻ അതും കൂടെ ആഡ് ചെയ്ത് ചെയ്തതാണ്. അതൊരു ജോലി. മോഡലിംഗ് ഞാൻ പറഞ്ഞു, ടെലികോളിംഗ് പറഞ്ഞു, പിന്നെ ഡാറ്റ എൻട്രി പറഞ്ഞു. ടെലികോളിംഗ് ഡാറ്റ എൻട്രി ഞാൻ ചെയ്തതാണ്. നമ്മളൊരു ട്രാൻസിഷന് പറ്റിയൊരു ജോലിയാണ്. പിന്നെ തയ്യൽ, ഞാൻ ഫാഷൻ ഡിസൈനിങ് ആണ്. തയ്യൽ, എംബ്രോയിഡറി, ഡ്രേപ്പിംഗ് ഇതെല്ലാം ചെയ്തതാണ്. അപ്പം നമുക്ക് തയ്യൽ നല്ലതാണ്. നമ്മൾ സ്വന്തം വീട്ടിലാണ് ചെയ്യുന്നത്. നമ്മൾ നന്നായി തയ്ച്ചു കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് വന്ന് തയ്ക്കും. നമ്മൾ പെണ്ണിൻ്റെ മനസ്സുള്ളത് കൊണ്ട് നമുക്കത് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും ആ ഒരു ജോലി. തയ്യൽ പഠിച്ചിട്ട് സ്വന്തമായിട്ട് തയ്യൽ ഇട്ട് ജോലി ചെയ്യാം. തയ്യൽ നല്ലൊരു ജോലിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓട്ടോ ഡ്രൈവിംഗ്, നമ്മൾ ഓട്ടോ ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഓടിക്കാം. നമ്മൾ ഒരാളുടെ കീഴിലല്ല നിൽക്കുന്നത്. നമ്മൾ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് പെണ്ണിൻ്റെ സ്വഭാവം, പെണ്ണിൻ്റെ പോലെ സംസാരിക്കുന്നു, ട്രാൻസ് അങ്ങനെയുള്ള മനോഭാവങ്ങളൊക്കെ വരിക. നമ്മൾ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. കസ്റ്റമറെ കളിയാക്കിയാലും നമുക്ക് എന്തെങ്കിലും തിരിച്ചു പറയാം. അപ്പോൾ സ്വന്തമായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാകുന്ന ഒരു ജോലി ഓട്ടോ ഡ്രൈവിംഗ് നല്ലതാണ്. മറ്റു ഞാൻ റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ട്രാൻസിൻ്റെ കേട്ടോ. ഞാൻ ഗൂഗിളിലൊക്കെ ഞാൻ അടിച്ചു നോക്കി ട്രാൻസിനെ പറ്റിയ ജോലികൾ. മുമ്പ്, ഇപ്പം അല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അപ്പം കണ്ടതാണ് ഈ ഓട്ടോ ഡ്രൈവിംഗ് ഒക്കെ നല്ലതാണ്. പിന്നെ
പിന്നെ എല്ലാ ജോലിയും ഈ പറഞ്ഞ വീട്ടുപണി, അത് ഇതൊക്കെ കുറേ ജോലികളുണ്ട്. വീട്ടുപണി മുതൽ നമ്മൾ എഞ്ചിനീയർ, കളക്ടർ ആ ഒരു ഉദ്യോഗം, അല്ലെങ്കിൽ MP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ പോരാട്ടമാണ്. അപ്പം നമ്മൾ പരിശ്രമിച്ച നമുക്ക് കൂടുതലായിട്ട് ഓരോ സ്ഥലത്തിൽ എത്താൻ പറ്റും. ഇപ്പം നിങ്ങളൊരു ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് ട്രാൻസിഷന് ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ജോലികളൊക്കെ ആയിരിക്കും വിരലിലെണ്ണാവുന്ന ഈ ഒരു ജോലികളാണ് ട്രാൻസിഷന് പറ്റിയൊരു ജോലി. ബാക്കി നമ്മളുടെ ടാലന്റ് വെച്ചിട്ട് നമുക്ക് ഉന്നതിയിൽ എത്താം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഇതിനൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കി കുറച്ച് തിങ്ക് ചെയ്ത് കരിയർ എന്താണെന്നോ, എഞ്ചിനീയർ ആവണമെങ്കിൽ എഞ്ചിനീയർ, ഡിസൈനർ ആവണമെങ്കിൽ ഡിസൈനർ, അങ്ങനെ. പിന്നെ എന്തൊരു വരുമാനം, നിങ്ങളൊരു ആൺകുട്ടിയാണെങ്കിൽ മാക്സിമം ആണായി നിന്നുകൊണ്ട് കുറേ കാശ് ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് ട്രാൻസിഷൻ ചെയ്യുക. അതൊരു കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സർജറിക്കുള്ള കാശെങ്കിലും അറ്റ്ലീസ്റ്റ് എത്തി വെക്കുക, അല്ലെങ്കിൽ വരുമാനത്തിനുള്ള കാശെങ്കിലും, അല്ലെങ്കിൽ കുറച്ച് ലക്ഷങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാം. നമുക്ക് അതിനൊരു പലിശ കിട്ടും. അങ്ങനെ നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു ഇൻകം കണ്ടെത്തുക. പിന്നെ നമുക്ക് ഇൻകത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് കാശ് സേവ് ചെയ്ത് വെച്ചിട്ട് സർജറിക്കുള്ള കാര്യങ്ങളൊക്കെ തയ്യാറെടുപ്പ് നടത്താം. അപ്പം നമ്മൾ പെണ്ണായി, അതായത് നമ്മൾ ആണോ അല്ല പെണ്ണും അല്ലാത്ത അവസ്ഥയിൽ നമ്മൾ ആണായിട്ട് നിന്നു ജോലിയും കൂലിയൊന്നും ഇല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നത് നല്ലത്. സർജറിക്കുള്ള എമൗണ്ടൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ പെണ്ണായിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും ജോലി കണ്ടെത്താം. ഇതിപ്പോൾ ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്ത് പകുതിയിലാണോ അല്ല പെണ്ണോ അല്ലാത്ത രീതിയിൽ നമ്മൾ ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഹോർമോണൊക്കെ ചെയ്തു മുടിയൊക്കെ വളർത്തി നമുക്കത് കംപ്ലീറ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ആ ഒരു സർജറിയിലേക്ക് എത്താൻ കുറേ കഷ്ടപ്പെടും. അത് ജോലി, സർജറി എല്ലാം കൂടെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ചിലവർക്ക് എല്ലാം ഈ എമൗണ്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ മാറാനായിട്ട് സാധിക്കില്ല, അത്രയും ഫിനാൻഷ്യൽ ഉള്ളവരുണ്ടാവില്ല. ഫിനാൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ജോലി ഉള്ളവർ ഒരു 2-3 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷമൊക്കെ കയ്യിലാക്കിയിട്ട് നിൽക്കുക. പിന്നെ സാധാ ജോലി ചെയ്യുന്നവരുണ്ടാവും, അവർ പറ്റുമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ച് സമയം എടുത്ത് എനിക്ക് മാറിയാൽ മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സേവ് ചെയ്തിട്ട് മാറാം. അപ്പം നമ്മൾ ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ മാറാനുള്ള കാശൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ട്രാൻസിഷൻ ചെയ്തുകൊണ്ട് കാശ് ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത്രയും എമൗണ്ട് സേവ് ചെയ്യാൻ ഉള്ള ജോലി കിട്ടൂല. ചിലപ്പോൾ ട്രാൻസ് ആയതിൻ്റെ പേരിൽ നമുക്ക് നല്ല ജോലിയൊക്കെ വിട്ടിട്ട് ചിലപ്പോൾ വീട്ടുപണിയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെറിയൊരു വരുമാനത്തിൽ ഒരിക്കലും സർജറിക്കുള്ള എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ സർജറിക്കുള്ള എമൗണ്ട് കണ്ടെത്തി വെച്ചിട്ട് മാറുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഒരു ട്രാൻസ്മാൻ ആണെങ്കിൽ 100% സർജറിക്കുള്ള എമൗണ്ട് കണ്ടെത്തിയിട്ട് മാറുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ട്രാൻസ്മാനൊക്കെ ആണെങ്കിൽ അവർ ഹോർമോണൊക്കെ എടുത്ത നീശിൻ്റെ അടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ സേഫാണ്. ഒരു ജോലിയും കണ്ടെത്തി വയ്ക്കുക. അപ്പോൾ നമുക്ക് അവർക്ക് പെട്ടെന്ന് ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് ഒരാളായിട്ട് ജീവിക്കാം. ട്രാൻസ് വുമൺസിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്ര തന്നെ കാതുകുത്തി മൂക്കുകുത്തി കണ്ണെഴുതി പൊട്ടുവെച്ച് എന്തൊക്കെ ചെയ്താലും നമ്മളെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ ഒരു എന്ന് പറയുമ്പോൾ ഫാം, പശു വളർത്തൽ, ആട് വളർത്തൽ, കോഴി വളർത്തൽ, പ്രാവ് വളർത്തൽ, അങ്ങനെ ഒരു ഫാമൊക്കെ ചെയ്യുന്നവർക്കും അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാൻ പറ്റും. കൃഷി ചെയ്യുന്നവർ നമ്മൾ വിചാരിച്ച നമുക്ക് ഉന്നത തലത്തിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കും. പക്ഷെ പ്ലാൻ ചെയ്ത് വേണം ജീവിക്കാനായിട്ട്. നമ്മളുടെ കഴിവ് എന്താണ്, നമ്മളുടെ സാമ്പത്തികം എന്താണ്, നമ്മളുടെ ചുറ്റുപാട് എന്താണ്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോവുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കാം. അപ്പം ഞാൻ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തരാം. ഓരോരുത്തർക്കും ഓരോ സാഹചര്യമായിട്ട് ഞാനിപ്പോൾ ഇതാണ് പഠിച്ചത്, എനിക്കിതാണ്, ഇപ്പോൾ ഇവർ പറഞ്ഞു IT ആണ് പഠിച്ചത്, അങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ വഴികൾ പറഞ്ഞു തരാൻ സാധിക്കും. അപ്പം നിങ്ങളെ ബുദ്ധിമുട്ട് വരുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി. നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴികളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മളുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാശ് സേവ് ചെയ്തിട്ട് പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ ഒക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന് പലിശ കിട്ടും. അല്ലെങ്കിൽ പറഞ്ഞ പോലെ കുറേ ഒരു വീടൊക്കെ നിങ്ങൾ കെട്ടിയിട്ട് വാടകയ്ക്ക് കൊടുക്കുക. നമുക്ക് മാസം 4000-5000 റെന്റ് കിട്ടും. നമുക്കതൊരു വരുമാനമായി. ഒരു 10,000 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ നമുക്കൊരു ഇൻകമാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ഇൻകം ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ ഇൻകം കിട്ടുന്ന രീതിയിലൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഡാൻസ്, നമ്മളൊരു ക്ലാസിക്കൽ ഡാൻസ് ആയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡാൻസ് ടീച്ചറായിട്ട് 4 കുട്ടികളെ പഠിപ്പിച്ചിട്ട് നമുക്ക് ഫേമസ് ആവാം. വരുമാനം ജീവിക്കാൻ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മേക്കപ്പ് പഠിച്ചിട്ട് മേക്കപ്പ് വർക്ക് ചെയ്ത് കൊടുത്താൽ കാശുണ്ടാക്കാം. അപ്പം നമ്മൾക്ക് ആദ്യം വേണ്ടത് ഒരു തൊഴിൽ, അതായത് തൊഴിൽ അധിഷ്ഠിത കോഴ്സുകൾ പഠിക്കുക, എന്നിട്ട് ജോലി ഉണ്ടാക്കുക, എന്നിട്ട് ട്രാൻസിഷൻ ചെയ്യുക. നമുക്കൊരു വരുമാനമാണ് ആദ്യം വേണ്ടത്. തൊഴിലധിഷ്ഠിത കോഴ്സിൽ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ കോഴ്സ് നമുക്ക് നല്ലതാണ്. ഇപ്പം ബില്ലിംഗ് സ്റ്റാഫൊക്കെ ആണെങ്കിൽ നമ്മൾ ഇരുന്നുകൊണ്ട് ടൈപ്പ് ചെയ്യുന്ന ജോലിയാണ്. അപ്പം നമ്മൾ അത്രയും നമ്മളുടെ ബോഡി ലാംഗ്വേജ് പുറത്തറിയാൻ സാധ്യതയില്ല. അപ്പം ബില്ലിംഗ് ജോലിയൊക്കെ നമുക്ക് കുറച്ചുകൂടെ നല്ലതാണ്.
അങ്ങനെ ചിന്തിക്കാം. അപ്പം നമ്മൾ ജോലി, നമുക്ക് പല ജോലികളും ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും നമ്മൾ അവഗണിക്കുന്നവരല്ല. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം സമൂഹമുണ്ട്. അതിൽ സ്ത്രീയുമുണ്ട്, പുരുഷനുമുണ്ട്. അപ്പോൾ നമ്മൾ ട്രാൻസാന്ന് അറിഞ്ഞുകൊണ്ട് ജോലിക്ക് വെക്കാൻ താല്പര്യമുള്ളവരുണ്ടാകും. പിന്നെ നമുക്ക് ചുറ്റുപാടൊക്കെ ചിലപ്പോൾ നമുക്ക് ടെൻഷൻ ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു വീട്ടുപണി ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണികൾ, കൂലിപ്പണിക്ക് പോകുന്നു, മറ്റുള്ളവരെ നമ്മളെ കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. ഇപ്പം ഇതെന്ന് പറയുമ്പോൾ 4 വീട്ടിൻ്റെ ഉള്ളിൽ ചെയ്യുന്നൊരു സംഭവമാണ് എൻ്റെ ടെലി കോളിംഗ് വർക്ക്. അപ്പം എന്നെ അങ്ങനെ ആരും കാണാറില്ല. എനിക്കത് ഇഷ്ടമായി ആ ജോലി. ഇപ്പം ഞാൻ പെണ്ണായിരുന്നെങ്കിൽ കൂടെ എനിക്ക് അങ്ങനെ മറ്റുള്ളവർ കളിയാക്കുന്നുള്ളൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം എനിക്ക് ഈ ജോലിയാണ് കംഫർട്ടബിൾ. നമ്മൾ പഠിച്ചു പോയല്ലോ. ഞാൻ പഠിച്ചത് ഫാഷൻ ഡിസൈനിങ് ആണ്. ആ സമയത്ത് എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്ക് അതിലേക്ക് തുടരാൻ സാധിച്ചില്ല. പിന്നെ എനിക്കിപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ജോലി എന്ന് പറയുമ്പോൾ ടെലി കോളിംഗ് ആണ്. നമ്മളൊരു പരിധി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് പോകും. അപ്പം എനിക്കിത് തന്നെയാണ് ഇഷ്ടം. ഇതിന് അത്യാവശ്യം വരുമാനം ഉണ്ടാക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ യൂട്യൂബ്, ഞാൻ യൂട്യൂബ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് യൂട്യൂബ് ഒരു വരുമാനമായിട്ട് കണ്ടെത്തിയിട്ട് ചെയ്യാം. ഇതിൽ ഏർണിങ്സ് ഒക്കെ കിട്ടും എന്നാണ് കുറേ പേര് പറഞ്ഞ് കേട്ടുള്ളത്. എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ ഞാനത് ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ടാലൻറ്റ്, ഇപ്പം നിങ്ങളൊരു ഫാഷൻ ഡിസൈനർ, ഡ്രസ്സിൻ്റെ ഡിസൈൻസ് ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. നിങ്ങളൊരു വ്ളോഗർ, ട്രാവലിംഗ് വ്ളോഗൊക്കെ ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ എങ്ങനെ, ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന താല്പര്യമുള്ളവരാണ് എങ്ങനെ. ക്രാഫ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് വിൽക്കാം, അങ്ങനെ കാശുണ്ടാക്കാം. എംബ്രോയിഡറി അറിയെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു തൊഴിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ യൂട്യൂബും അത്യാവശ്യം നല്ല ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഓരോ കഴിവുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ കഴിവുകളെ കുറിച്ച് ഇപ്പോൾ ഡിസൈനിങ് ആണെങ്കിലോ, ട്രാവലിംഗ് വ്ളോഗ് ആണെങ്കിലോ, കുക്കിംഗ് വ്ളോഗ് ആണെങ്കിലോ, അങ്ങനെ ഒരു വ്ളോഗ് വെച്ചിട്ട് നിങ്ങളൊരു ചാനൽ തുടങ്ങിയിട്ട് ഒരു വ്ളോഗൊക്കെ ചെയ്ത് അതിന് വേണ്ടി സമയം കണ്ടെത്തി ചാനലൊക്കെ തുടങ്ങി അതിൽ ഏണിങ്സ് ഉണ്ടാക്കാം. അങ്ങനെ അപ്പോൾ അങ്ങനെ ചാനലൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ തുടങ്ങിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയാവുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതായിരിക്കും. എന്നെ പോലെ എല്ലാവരും വളരണം. നമ്മൾ ജീവിക്കുന്ന സമയത്ത് 4 പേർക്ക് നല്ലത് ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ മാത്രം ഒറ്റയ്ക്ക് നേടിയെടുത്ത് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പം നിങ്ങളും വളരണം, നിങ്ങൾക്ക് നല്ല ലൈഫ് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ കാണുന്നവർ എന്നെക്കാളും മൂത്തവരായിരിക്കും, താഴെയായിരിക്കും, സ്ത്രീകളായിരിക്കും, പുരുഷന്മാരായിരിക്കും. എല്ലാവരും ഞാൻ എൻ്റെ ഒരു മക്കളായിട്ട് കാണുന്നു. എല്ലാവരും ഉയർച്ചയിലെത്തണം, എല്ലാവരും നല്ലൊരു ലൈഫിലെത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ നന്നായതുകൊണ്ട് എനിക്കതിൽ അസൂയപ്പെടാനായിട്ടൊന്നുമില്ല. നന്നാവണം. അപ്പോൾ എല്ലാ ട്രാൻസും ഈ പറഞ്ഞ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിൽ ഒരുപാട് പേര് ഇപ്പോൾ സെക്സ് വർക്ക് സാഹചര്യം കൊണ്ട് പോകുന്നവരുണ്ട്, അഹങ്കാരം കൊണ്ട് പോകുന്നവരുണ്ട്. അപ്പോൾ ഇനി വരുന്ന തലമുറയിൽ സാധാരണ വ്യക്തികളെ പോലെ ഒരാളും റോഡിൽ കാണാത്ത ഒരു അവസ്ഥയിലേക്ക് ആവട്ടെ. അപ്പോൾ എൻ്റെ മുൻകാലങ്ങളുള്ളവരെ നമുക്കൊരിക്കലും മാറ്റാനായിട്ട് സാധിക്കില്ല. അവർ സാഹചര്യം കൊണ്ടുപോയതായിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ അഹങ്കാരം കൊണ്ടുപോയവരുണ്ട്. അപ്പോൾ എൻ്റെ താഴെ ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടുവരുന്ന ഒരു ട്രാൻസുകളെല്ലാവരും നല്ല ജോലി ചെയ്ത് ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡറായിട്ട് മാറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്നെ പോലെ തന്നെ ആക്കണം ഒരാൾ. അപ്പം നമുക്ക് ഇനി വരുന്ന തലമുറകളിൽ ആണ് പെണ്ണ് ട്രാൻസ് ഇത് കേൾക്കുമ്പോൾ ട്രാൻസിന് ഒരു വേറിട്ടൊരു സ്വഭാവം ഉണ്ടെന്നുള്ള രീതിയിൽ ആവരുത്. എല്ലാവരെയും പോലെയാണ് അവരും, അല്ലെങ്കിൽ അതൊരു ഇപ്പോൾ കുറേയൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് നല്ല ജോലിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ച് കാണുന്നതുകൊണ്ട് എനിക്കും അങ്ങനെ ആവാനായിട്ട് ആഗ്രഹം ഉണ്ടായി. അതുപോലെ എന്നെ പോലെ ആഗ്രഹം നിങ്ങൾക്കുണ്ടാവും. അങ്ങനെ നമ്മൾ ഇനി വരുന്ന തലമുറയിൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ പറഞ്ഞ സെക്സ് വർക്കേഴ്സിനൊന്നും കാണില്ല. സ്ത്രീകളും പുരുഷന്മാരും ട്രാൻസ്ജെൻഡേഴ്സും ഇങ്ങനെ സെക്സ് വർക്കിലുണ്ട്. പക്ഷേ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഇതിലോട്ട് വഴിതേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സാഹചര്യം കൊണ്ട് പോകുന്നവരുണ്ടാവും, പോകുന്നവരെ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ, എനിക്കൊരിക്കലും അറിയാൻ പറ്റും. ഞാൻ അങ്ങനെ പോയിട്ട് നിൽക്കുമ്പോൾ എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ഇരിക്കുന്ന പുരുഷനായിട്ട് ജീവിക്കുന്ന, ജോലിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ജീവിക്കുന്നവർ വഴിതെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ലൈഫിൽ നമുക്കൊരു അച്ചടക്കം വേണം. നമ്മളെ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന രീതിയിലുള്ള സ്വഭാവമായിരിക്കണം. എനിക്കും ദുശീലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അതിൻ്റെതായ സ്റ്റാൻഡിൽ ജീവിക്കണം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നെഗറ്റീവ് ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും, പക്ഷെ അത് നിങ്ങളെ പുറത്ത് പ്രകടിപ്പിക്കേണ്ട എന്നേ ഞാൻ പറയുന്നുള്ളൂ. സമൂഹത്തിൽ നമ്മൾ നല്ലൊരു നിലയിലുള്ള ഒരു വ്യക്തിയായിട്ട്, നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയായിട്ട്, മാന്യമായിട്ട് വസ്ത്രം ധരിക്കുക, മാന്യമായിട്ട് ജീവിക്കുക, നല്ല ജോലി ചെയ്ത് കാശുണ്ടാക്കി ഫാമിലിയൊക്കെ നോക്കുക, ഫ്രണ്ട്സിനെയൊക്കെ
നല്ലവണ്ണം ഇടപഴകുക, നമ്മളൊരു നല്ലൊരു ലൈഫിൽ ജീവിക്കുന്നതായിട്ട് നമ്മൾ കൊണ്ടുവരിക. അപ്പം നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും, കാണുന്നവർക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവും, ഫാമിലിക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സെൽഫായിട്ട് സ്നേഹിക്കുക, നമ്മൾ നമ്മളുടെ കാര്യമായിട്ട് പോവുക, നമ്മൾ പെണ്ണായി മാറുക, ജോലി ചെയ്യുക, കാശുണ്ടാക്കുക, വീട്ടുകാരെ നോക്കുക. പിന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കൊരു പാർട്ട്ണർ, ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. അത് രണ്ടും കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും ദുഃഖിക്കരുത്. നമ്മൾ സിംഗിളായിട്ട് ജീവിക്കാനാണ് ദൈവം നമ്മൾ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മളെ ദൈവം എന്തുകൊണ്ടാണ് ട്രാൻസാക്കിയത്, ആ ദൈവം നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ട്ണറെയും ഒരു കുഞ്ഞിനെയും തരും. അല്ലെങ്കിൽ നമ്മൾ സിംഗിളായിട്ട് ജീവിക്കാനാണ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഞാൻ ചില സമയത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ദൈവം എന്നെ ഇങ്ങനെ ജനിപ്പിച്ചു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിലെന്തെങ്കിലും ഒരു കാര്യമില്ലാതിരിക്കില്ല. ഇപ്പം ഞാൻ ഇങ്ങനെ ജനിച്ചെങ്കിൽ കൂടെ എനിക്ക് ജോലിയുണ്ട്, ഫാമിലി ഉണ്ട്, ഞാൻ ഹാപ്പിയാണ്. എനിക്ക് സ്വന്തം പറയാൻ കുഞ്ഞില്ലെങ്കിൽ കൂടെ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞ് എൻ്റെ സ്വന്തം കുഞ്ഞാണ്. ഞാൻ അവളുടെ അമ്മയായിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. അവൾ എൻ്റെ മാമ എന്നാണ് എന്നെ വിളിക്കുന്നതെങ്കിൽ കൂടെ ഞാൻ അമ്മയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആ കുട്ടിക്കും അതുപോലെയാണ്, അമ്മയേക്കാൾ കൂടുതൽ ഇഷ്ടം എന്നോടാണ്. അപ്പോൾ നമ്മൾ ഈ വിവാഹം എന്ന് പറയുന്നത്, ഒരാണ് ഒരു പെണ്ണ് വിവാഹം കഴിക്കുന്നു, ഒരു കുഞ്ഞുണ്ടാവുന്നു. ആണെന്ന് പറയുന്നത് ആ വ്യക്തിയെ അച്ഛനെ പോലെ സ്നേഹിക്കണം എന്നാണ്. അതായത് കല്യാണത്തിന് ശേഷം, കല്യാണത്തിന് മുമ്പ് വരെ അച്ഛനാണ് ആ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കല്യാണത്തിന് ശേഷം ഈ ഭാര്യയെ, ഈ ഒരു ഭർത്താവ് അച്ഛനെ പോലെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നാണ്. അതുപോലെ കല്യാണത്തിന് മുമ്പ് വരെ ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ അമ്മയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. കല്യാണത്തിന് ശേഷം ഈ ഭാര്യ ഈ ഒരു ഭർത്താവിനെ അമ്മയെ പോലെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് ഈച്ച് അതർ. അപ്പോൾ ഇവർ രണ്ടുപേർക്കും ഉണ്ടാവുന്ന കുഞ്ഞ് ഭാവിയിൽ അവർ രണ്ടുപേരും നോക്കുന്നു. അതാണൊരു സൈക്കിൾ. പിന്നെ അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഈ ഒരു അട്രാക്ഷൻ, സെക്സ് കാര്യങ്ങളൊക്കെ, അതൊക്കെ ജീവിതത്തിലൊരു ഭാഗമാണ്. മെയിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു പ്രൊട്ടക്ഷൻ. ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ആണിൻ്റെതായ കുറച്ച് സപ്പോർട്ടുകൾ വേണം. ഒരു രാത്രി നമുക്ക് പുറത്ത് ഒരു പെണ്ണ് പോകുമ്പോൾ ഒരാണുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കുറച്ചുകൂടി സേഫായിട്ട് പോയി വരാൻ പറ്റുള്ളൂ. അത് ഇപ്പോൾ ഫെമിനിസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്നവർക്ക് അത് ബാധകമല്ല. ഇപ്പോൾ എനിക്കും, ഞാൻ ഒറ്റയ്ക്ക് പോകാൻ രാത്രിയാണെങ്കിൽ എനിക്ക് പേടിയാണ്. പക്ഷെ നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണമല്ലോ. പൊതുവെ ഉള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത്. ഒരു പെണ്ണിന് എത്ര സമയം വേണമെങ്കിലും പോകും, പക്ഷെ നമുക്ക് ആണുണ്ടെങ്കിൽ ഒരു ധൈര്യമാണ്. ഇപ്പം ആണുങ്ങൾ എന്ന് പറയുമ്പോൾ പെണ്ണിനേക്കാളും ശരീരം കൊണ്ടും ബലം അധികമുള്ളവരാണ്. അതുപോലെ പെണ്ണെന്ന് പറയുമ്പോൾ ആണിനേക്കാളും മനസ്സുകൊണ്ട് ബലമുള്ളവരാണ്, മനഃശക്തി കൂടുതലായിരിക്കും അവർ. അപ്പോൾ ആണിന് എന്തെങ്കിലും വിഷമം വരുവാണെങ്കിൽ ആ പെണ്ണിനത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം കല്യാണം കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ ആണിനൊരു 30 വയസ്സാണെങ്കിൽ പെണ്ണിന് 20 വയസ്സേ ഉണ്ടാവുള്ളൂ. കാരണം ഇവർക്ക് ആണുങ്ങളെക്കാളും പക്വത കൂടുതലായിരിക്കും പെണ്ണുങ്ങൾക്ക്. 30 വയസ്സുള്ള ഒരു പുരുഷന് ഒരു 20 വയസ്സുള്ള ഒരു പെണ്ണിന് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ആ ഒരു പക്വത കൂടുതലായിരിക്കും പെണ്ണുങ്ങൾക്ക്. അതുപോലെ മനഃശക്തി കൂടുതലായിരിക്കും. എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് കൂടുതൽ സഹിക്കാനുള്ള കഴിവ് പെണ്ണിന് മാത്രമേ ഉള്ളൂ. ആണിനേക്കാളും കൂടുതൽ സഹിക്കാൻ പറ്റുന്നത് പെണ്ണിനാണ്. ശരീരം കൊണ്ട് ആണായിരിക്കും ബലം കൂടുതൽ, മനസ്സുകൊണ്ട് പെണ്ണായിരിക്കും ബലം കൂടുതൽ. പക്ഷെ നമ്മൾ ഒരു ട്രാൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് പുരുഷനായതുകൊണ്ട് നമുക്ക് ശാരീരിക ബലം കൂടുതലായിരിക്കും, മനസ്സുകൊണ്ട് നമ്മൾ സ്ത്രീ ആയതുകൊണ്ട് മനസ്സിൻ്റെ ബലവും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ രണ്ട് വ്യക്തികളെക്കാളും മനോധൈര്യവും ശാരീരികവുമായിട്ടും കൂടുതലായിരിക്കും. ഇപ്പം പറഞ്ഞ പോലെ ഇപ്പോൾ ഗ്യാസ് കുറ്റിയൊക്കെ തൂക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തൂക്കുന്ന പോലെ എൻ്റെ ചേച്ചിക്ക് തൂക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആണിൻ്റെ ശരീരം, ഞാൻ മെലിഞ്ഞിട്ടാണ്, എന്നിട്ട് ആണിൻ്റെ ശരീരമായതുകൊണ്ട് നമുക്ക് ആണിൻ്റെ ബലം ഉണ്ടാവും. മനസ്സിപ്പോൾ എൻ്റെ ചേച്ചിയെ പോലെ തന്നെയാണ് എൻ്റെ മനസ്സ്, മനോധൈര്യവും കൂടുതലാണ്. അപ്പോൾ ട്രാൻസിന് കോൺഫിഡൻസ് കൂടുതലായി. എൻ്റെ ഒരു ഇതിൽ അത് സത്യമാണ്. ഇപ്പം എൻ്റെ പഴയ ഓഫീസിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കെട്ടാനും പിടിക്കാനെങ്കിൽ മതിലിൻ്റെ പുറത്തൊക്കെ ഞാൻ കയറാറുണ്ട്. അപ്പോഴും ഈ ചുരിദാറും പാവാടും ബ്ലൗസൊക്കെ ആയിരിക്കും ചില സമയത്ത്. ആണിൻ്റെ പണിയും ചെയ്യും, പെണ്ണിൻ്റെ പണി. ടെലികോളിങ് പെണ്ണിൻ്റെ പണി. പുറത്ത് എല്ലാവർക്കും വെള്ളം പിടിക്കാനാണെങ്കിലും അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ചെയ്യാത്ത പണികളൊക്കെ ഞാനാണ് ചെയ്യാറ്. മതിൽ ചാടാനും ഒക്കെ, ചിലപ്പോൾ കെട്ടാനൊക്കെ ഉണ്ടാവും, പാട്ടാർപ്പായ കെട്ടാനും, സാറിൻ്റെ കൂടെ എന്തെങ്കിലും ഹെൽപ്പ്, എന്തെങ്കിലും പെട്ടി കിടക്കൊക്കെ എന്തെങ്കിലും എനിക്ക് മേലെ വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാനൊക്കെ എന്നെ വിളിക്കാറ്. അവിടുത്തെ ഒരു എല്ലാവരും പെണ്ണുങ്ങളാണ്. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഒരാണ്. ഇനി മുകളിൽ എന്തെങ്കിലും കാരണം, ടെറസിൻ്റെ മുകളിൽ കാരണമെങ്കിലും ഞാനാണ് പോവാറ്. ഒരു ആണിൻ്റെ ജോലിയൊക്കെ ഞാനാണ് ചെയ്യാറ്.
അപ്പോൾ അതുപോലെ ഇപ്പോഴും ഞാൻ കുടമൊക്കെ തൂക്കാൻ പറഞ്ഞ വെള്ളം ഞാൻ ഷോൾഡറിൽ ഇങ്ങനെ പിടിക്കാറ്. എനിക്ക് ഇങ്ങനെ ഒക്കത്ത് വെച്ച് എടുക്കാൻ അറിയില്ല. കുട്ടിക്കാലത്ത് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളിങ്ങനെ പഠിപ്പിച്ചു, ഇങ്ങനെ ആണുങ്ങൾ കുടം തൂക്കുന്ന പോലെ പഠിപ്പിച്ചതുകൊണ്ട് ഇപ്പോഴും ഞാൻ ആ രീതിയില്ല, എനിക്കത് കിട്ടൂല. അപ്പോൾ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ചില സമയത്ത് അപ്പോൾ വെള്ളം എടുക്കാൻ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ തൂക്കാറ്. അപ്പോൾ എനിക്കൊരു ഷൈ ആണ്, പക്ഷെ ഇങ്ങനെ വെക്കാനും ഷൈ ആണ്. പിന്നെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ തൂക്കിയിട്ട് പോകും. ചിലപ്പോൾ കുടം എടുക്കണം കണ്ടിട്ട് ആൾക്കാർ ചിലപ്പോൾ മനസ്സിലാക്കും ഇത് ആൺകുട്ടി ആയിരിക്കാം, അറിയില്ല അങ്ങനെ. അപ്പോൾ ട്രാൻസ് നിങ്ങൾ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചോ, നിങ്ങൾ എന്താണ് പഠിച്ചത്, എന്താ ചെയ്യേണ്ടത്, എന്ത് സാഹചര്യങ്ങളൊക്കെ മെസ്സേജ് അയച്ചോ. എൻ്റെ സമയം അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഒരു പക്ഷേ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഡൈവേർട്ടായി പോയിട്ടുണ്ട്, പൂർണ്ണമായിട്ടെല്ലാം പറഞ്ഞു എന്ന് അറിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ ചൂസ് ചെയ്യുക. നമുക്ക് നിങ്ങളെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെണ്ണാവണം നിങ്ങൾ വിചാരിക്കുമെങ്കിൽ പെണ്ണാവാൻ സാധിക്കും. നിങ്ങൾക്കൊരു ജോലി ചെയ്ത് ജീവിക്കണം എന്ന് ആഗ്രഹം ജോലി ചെയ്യാൻ സാധിക്കും. നിങ്ങൾ നല്ലൊരു ലൈഫ്, നമ്മളുടെ മനസ്സ് എന്താണോ പറഞ്ഞത് നടക്കുന്നതാണ്. അത് എനിക്ക് അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു. ആ ബുക്ക് ഞാൻ ഇപ്പോഴും വേണമെങ്കിൽ തെരഞ്ഞു പിടിച്ച് കാണിച്ചു തരാം. എൻ്റെ മനസ്സിൽ ഞാൻ പ്രതിജ്ഞ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും സെക്സ് വർക്ക് ആവുന്നു. ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സൊക്കെ സെക്സ് വർക്കും ബെഗിങ്ങൊക്കെയാണ്. ഒരിക്കലും ബെഗിങ് ചെയ്യരുത്. ഒരിക്കലും ഞാൻ നാട് വിട്ട് പോകരുത്. കാരണം നാട് വിട്ട് പോകുമ്പോൾ അവർ പിടിച്ച് നമ്മളിങ്ങനെ ഇതിലോട്ട് തള്ളുന്നു. ഒരിക്കലും ട്രാൻസിൻ്റെ അടുത്ത് കൂട്ട് പോകരുത്. അങ്ങനെ ഞാൻ പ്രതിജ്ഞയൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു ട്രാൻസിഷൻ ചെയ്യുന്നത്. ഇപ്പം വിരലിൽ എണ്ണാവുന്ന സുഹൃത്തുക്കളുണ്ട് ട്രാൻസ്. കൂടുതലായിട്ട് ഞാൻ കമ്പനി വെക്കാറില്ല, നല്ല സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. അല്ലാത്തവരെ ഞാൻ സംസാരിക്കാൻ പോകാറില്ല. നമ്മളുടെ നിലപാടിൽ നിൽക്കുന്നു. അവരിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ കൂടെ ഞാൻ അതിലോട്ട് ചായാൻ പോകാറില്ല അങ്ങനെ. അപ്പോൾ പിന്നെ എൻ്റെയൊക്കെ ഭാഗ്യമായിരിക്കാം എല്ലാം കൊണ്ടും മറ്റു ട്രാൻസിനെ കാണുമ്പോൾ എൻ്റെ ഫാമിലിയിൽ എനിക്ക് ധൈര്യമുള്ളത് കൊണ്ടായിരിക്കാം ഞാനത് തുറന്ന് പറഞ്ഞു, ഞാനിങ്ങനെ ആണല്ല വേണ്ടെന്ന് പറഞ്ഞു. ഒരു പക്ഷെ എൻ്റെ വീട്ടുകാർ ആ സമയത്ത് പുറത്താക്കുമായിരുന്നു. പക്ഷെ എൻ്റെ ഭാഗ്യം കൊണ്ട് എന്നെ ആക്കിയില്ല, എന്നെ സപ്പോർട്ട് ചെയ്തു, എന്നെ ട്രാൻസിഷന് സപ്പോർട്ട് ചെയ്തു, സർജറിക്ക് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ ജോലി ചെയ്ത് ഒരു പെണ്ണായി ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് ജോലി ചെയ്യുന്നു. ഇപ്പോഴും ഞാനത് തുടരുന്നു. ഇനി ലൈഫ് ലോങ്ങും എനിക്കിത് സാധിക്കും. മാന്യമായിട്ട് ജീവിക്കും, മാന്യമായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഇനിയും മറ്റുള്ളവർക്കൊരു മാതൃകയാവുന്ന രീതിയിലൊരു ബോൾഡ് വുമണായിട്ട് തന്നെ ജീവിക്കും. പിന്നെ എല്ലാവരും പോലെ ഒരു സ്വപ്നമാണ് ഒരു വിവാഹം. ഞാൻ അത് പ്രതീക്ഷിക്കുന്നില്ല, അതും എൻ്റെ ലൈഫിൽ ഉണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എനിക്ക് വേണ്ടി ഒരാളുണ്ടാവുമായിരിക്കാം, ദൈവം എനിക്ക് അതും കൂടെ തരും. അതിലില്ല, എനിക്ക് ഭർത്താവില്ലെങ്കിൽ കൂടെ എനിക്ക് സന്തോഷമാണ്. എനിക്കൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ നോക്കി ജീവിക്കും. എൻ്റെ ഇപ്പം ലക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ സമാധാനത്തിൽ ജീവിക്കുന്നത്. കുറച്ച് കാശ് അധികം കിട്ടുവാണെങ്കിൽ, എനിക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ജീവിക്കുന്നില്ല, കിട്ടുവാണെങ്കിൽ എൻ്റെ അമ്മയും എൻ്റെ സഹോദരനെയും എൻ്റെ കുട്ടിയെയും സഹായിക്കണം. പിന്നെ എൻ്റെ അമ്മയുടെ മേമമാരും മേമയുടെ മക്കളൊക്കെ ഒരുപാട് കഷ്ടത്തിലാണ്, എല്ലാവരെയും സഹായിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളെ ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ എനിക്ക് പറ്റാവുന്ന ഹെൽപ്പുകൾ, എന്നെ കൊണ്ട് പറ്റാവുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തൊഴിലാക്കി തരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ടെലികോളിങ്ങിൻ്റെ ജോബ് താല്പര്യമുള്ളവരും പറഞ്ഞോളൂ. പക്ഷെ അത് ഒരുപാട് റിസ്ക് ആണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഡാറ്റ എൻട്രിയുടെയും താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന ജോലികൾ, എനിക്കറിയാവുന്നത്, എനിക്ക് സഹായിക്കുന്നതിൽ കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ ജോലി ആക്കി തന്നാൽ നിങ്ങളൊന്നും നിൽക്കില്ല, അതാണ് എൻ്റെ ഒരു വിഷമം. നിങ്ങളുടെ വിഷമങ്ങൾ കണ്ടിട്ട് ഞാനൊരു ജോലി ആക്കി തരുമ്പോൾ നിങ്ങളതിൽ നിൽക്കില്ല, പിന്നെ എനിക്കത് വിഷമമാണ്. നിങ്ങളത് നിൽക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, പിന്നെ നിന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഒന്ന് പറഞ്ഞിട്ടെങ്കിലും എനിക്കത് പറ്റുന്നില്ല, വേറെ എന്തെങ്കിലും വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വാക്കും പറയാതെ മിണ്ടാതെ അങ്ങോട്ട് പോകും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ്, എനിക്ക് ആ ജോലി പറ്റുന്നില്ല, എന്തുകൊണ്ടാണ് എന്നുള്ള റീസണൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് വേറെ ജോലിയെക്കുറിച്ച് ട്രൈ ചെയ്യാം. എനിക്കത് വിഷമമാണ്, നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യും, പിന്നെ ജോലി കൊടുത്തിട്ട് അവസാനം നമുക്ക് പാര വയ്ക്കുന്ന ആൾക്കാരുമാണ്. അതൊക്കെ പേടിച്ചിട്ടാണ് എനിക്ക് സഹായിക്കാൻ പേടി. എനിക്ക് സഹായിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ സഹായിക്കാം. എൻ്റെ ഓഫീസിൽ വേക്കൻസി വരികയാണെങ്കിൽ ഞാൻ പറയാം, ഡാറ്റ എൻട്രിയുടെ വേണമെങ്കിൽ ഞാൻ ചെയ്യിപ്പിക്കാം. പക്ഷെ ഞാൻ ചെയ്തു തരുമ്പോൾ എന്നെ അവസാനം ഒരിക്കലും പ്രശ്നത്തിലേക്ക് ആക്കിയിട്ട് പോകരുത്, അതേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ എനിക്ക് ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് ജോലിയൊക്കെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ റെഡിയാക്കി തരാൻ പറ്റും. അവസാനം എനിക്ക് പണി തരുന്ന രീതിയിൽ ഒരാളും ഒന്നും ചെയ്യരുത്.
നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പോവാം, പക്ഷെ എനിക്കും കൂടെ പണി തരുന്ന രീതിയിൽ അവസാനം ജോലിയൊക്കെ ചിലപ്പോൾ നല്ല ജോലിയൊക്കെ ആയിരിക്കാം വരുന്നത്, അവസാനം നമ്മളെ ഒരുമാതിരി ഒരു വിലയില്ലാത്ത രീതിയിലും കാണുന്നവരുമുണ്ട്. അവസാനം നമ്മളടുത്ത് ശത്രുക്കളെ പോലെ ബിഹേവ് ചെയ്യുന്നവരും ആവാം, വന്ന വഴി മറക്കുന്നവരും ആവാം. നിങ്ങൾ എന്നെ മറന്നാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ എനിക്ക് പ്രശ്നമില്ലാത്തൊരു സംഭവം ആയിരിക്കണം. ഇപ്പം നിങ്ങൾ ജോലി ചെയ്ത് നല്ല സാലറിയൊക്കെ ആയി നല്ല രീതിയിൽ ജീവിക്കുന്നു, ഇപ്പം ഞാൻ സഹായിച്ചിട്ട് നിങ്ങളാവുന്നെങ്കിൽ അതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എന്നെ തിരിഞ്ഞു നോക്കണം, നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല. ഇപ്പം എങ്ങനെയാ പറയാം, ഇപ്പം നമ്മൾ ടീച്ചേഴ്സ് നമ്മളെ ഒരുപാട് പേര് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു ടീച്ചറാണ്, കുട്ടികളെ പഠിപ്പിച്ച് അവർ നന്നായി നല്ല രീതിയിൽ മാർക്ക് വാങ്ങി ചിലപ്പം ഭാവിയിൽ എഞ്ചിനീയർ ഡോക്ടറൊക്കെ ആവാം. നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മളുടെ ഒരു തൊഴിലാണ്, നിങ്ങളെ പഠിച്ച് നല്ല നിലയിൽ എത്തട്ടെ എന്ന്. പക്ഷെ നിങ്ങൾ ഡോക്ടറായി നമ്മൾ നോക്കുന്നുള്ള ഒരു പ്രതീക്ഷയിലല്ലല്ലോ ഒരു ടീച്ചറെ പഠിപ്പിക്കുന്നത്. 1ാം ക്ലാസ് ഒരു ടീച്ചർ ഈ പഠിപ്പിച്ചത് കൊണ്ട് ആ വ്യക്തി ഒരു ഡോക്ടറായി മാറും. ഒരു സ്റ്റാർട്ടിങ്ങിൽ അവരാണല്ലോ എന്താണെങ്കിലും. അപ്പോൾ പിന്നെ നമ്മളുടെ കഴിവും കൂടെയാണ്. പക്ഷെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ നമ്മളെ സഹായിച്ചവരെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മാതാ പിതാ ഗുരു ദൈവം. മാതാപിതാ കഴിഞ്ഞ് നമ്മൾ ഗുരുക്കന്മാർ, നമ്മളെ പഠിപ്പിച്ചവരാണ്, നമ്മളെ ദൈവത്തെ പോലെ തന്നെ കാണണം. അതുപോലെ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ നിങ്ങളിൽ സഹായിക്കുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ നല്ല രീതിക്ക് ജീവിക്കണം. ഇപ്പം എനിക്ക് എന്നെ സഹായിക്കാൻ എൻ്റെ അമ്മയായിട്ടും എപ്പോഴും ഉണ്ടാവും. എനിക്ക് വലിയ പ്രശ്നങ്ങളും വരില്ല. പിന്നെ ഞാൻ ഇപ്പം ജീവിക്കുന്ന കാലത്ത് മരണം വരെ നമുക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യണം എന്നൊരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. ആകെ എന്ത് പ്രശ്നം പറഞ്ഞാലും ഞാൻ അവരിൽ ആഴത്തിൽ ചിന്തിച്ച് അവർക്ക് വേണ്ടി എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തി ഞാൻ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും. പക്ഷെ ആ സൊല്യൂഷൻ അവർക്ക് പറ്റുമില്ല. അങ്ങനെയാണ്. ജോലിപരമായിട്ടാണ്, ചേച്ചി കടത്തിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറയുമ്പോൾ ഞാൻ ശരി ഹെൽപ്പ് ചെയ്യാന്നുള്ള പറഞ്ഞൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നമ്മളെടുക്കുന്ന എഫോർട്ട് പോലും അവരെടുക്കൂല. ജോലി കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യൂല. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു 10,000-20,000 രൂപ കൈ കൊടുത്താൽ അവരുടെ പ്രശ്നം ശരിയാവും. പിന്നെ പൈസ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. തിരിച്ച് തരുകയാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് തിരിഞ്ഞ് തരുമില്ല. അങ്ങനെ കുറെ കാശൊക്കെ പോയിട്ടുണ്ട്. തിരിച്ച് തരുമെന്നുള്ള പ്രതീക്ഷയിൽ അവർക്ക് കൊടുക്കുന്നില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവർക്ക് ആ സമയത്ത് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണെങ്കിലും ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തിരിച്ചാരും തരാനില്ല. ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തികൾക്ക് പ്രശ്നത്തിലാണെന്നൊക്കെ പറയുമ്പോൾ കാശൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ നല്ല നിലയിലായിട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ആ പൈസ പോലും അവർ തിരിച്ചു തരണമെന്ന് ചിന്തിക്കാറില്ല. കടമായിട്ട് കൊടുത്തതല്ല, ഞാൻ കിട്ടുമ്പോൾ തന്നാൽ മതി എന്നുള്ള രീതിയിൽ കൊടുത്തതാണ്. ഒരു മനുഷ്യത്വമുള്ള ഒരു ഓർത്തെങ്കിലും അവളെനിക്ക് 5,000-10,000 ഒക്കെ തന്നതാണ്, തിരിച്ചു കൊടുക്കാമെന്നൊന്നും ചിന്തിക്കുന്നില്ല. അവരെങ്ങനെ അവരുടെ പാട്ടിൽ അങ്ങോട്ട് പോകും. ഞാനും ചോദിക്കാറില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ ചെയ്യണം ചെയ്യണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെയാണ്. പിന്നെ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ കാണുമ്പോൾ ചെയ്യാതിരിക്കാനും തോന്നില്ല. അപ്പം ഇന്ന് ഞാൻ സത്യം പറഞ്ഞ സമയം എടുത്തിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ 10-11 മണി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വോയിസ് ക്ലിയർ ഉണ്ടോയെന്നും കൂടെ പറയണം. ഞാൻ അത്രയും ശബ്ദത്തിൽ സംസാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.